മിഷൻ ഫയർ. കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മിഷൻ ഫയർ നിങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 വേൾഡ് മിഷൻ സൺഡേയിൽ ആഗോള സഭയോട് ഇപ്രകാരം പ്രസ്താവിച്ചു: ക്രിസ്തുവിന്റെ സുവിശേഷം ദൈവരാജ്യത്തിലൂടെ നൽകപ്പെടുന്ന രക്ഷയുടെ വിളംബരമാണ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പരിശുദ്ധ പിതാവിൻ്റെത്. ലോക ജനതയോട് ഈ രക്ഷ വിളംബരം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മിഷൻ ഇതാണ്. നമ്മൾ അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവസ്നേഹത്തിൽ കരങ്ങൾ കോർത്തു പിടിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവരാജ്യത്തിന്റെ വേലകൾക്കായി ഉണർത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പാടുന്നു. ആത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ നിറയുക. ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഓർത്തുപിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മനിറവിൽ ഒരുമിച്ച് പാടുന്നു. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. വ്യക്തിജീവിതങ്ങളെ, കുടുംബങ്ങളെ, സഭാ സമൂഹങ്ങളെ പരിശുദ്ധാത്മാവേ കർത്താവിന്റെ മിഷനായി ഒരുക്കണമേ, സജ്ജമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവവചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തവളെ, ഞങ്ങൾ ഓരോരുത്തരും വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സുവിശേഷവൽക്കരണം, സുവിശേഷ വേല കൂടുതൽ ഫലപ്രദമാകുവാൻ ആവശ്യമായ ഘടകങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവാഞ്ചലൈസേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തി ലോക ജനതയിൽ എപ്രകാരം വർദ്ധിപ്പിക്കാം? ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം? അനേകരെ ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനം രക്ഷകന്റെ മിഷൻ, മിഷണറി പ്രവർത്തനങ്ങളിലുള്ള സഹകരണം. അധ്യായത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള സഭയോട് വളരെ വ്യക്തമായി പറയുകയാണ്, മിഷണറി സഹകരണത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് വേണ്ടത് ആത്മീയമായ സഹകരണമാണ്.
പ്രാർത്ഥനയിലൂടെയും പരിത്യാഗങ്ങളിലൂടെയും ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിലൂടെയുമുള്ള സഹകരണം. നമ്മുടെ പ്രാർത്ഥന മിഷണറിമാർക്ക് കൂട്ടായിരിക്കണം. അവരുടെ യാത്രകളെ നമ്മുടെ പ്രാർത്ഥന പിന്തുടരണം. അപ്പോൾ അവരുടെ വചന പ്രഘോഷണങ്ങൾ ദൈവകൃപയാൽ ഫലവത്തായി തീരും. പരിശുദ്ധ പിതാവിന്റെ ഈ വാക്കുകൾ എത്രയോ മനോഹരമാണ്. മിഷണറി പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ സഹകരണം എന്ന് പറയുന്നത് ഒന്നാമതായി ആത്മീയമായ സഹകരണമാണ്. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ മിഷൻ യാത്രകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവരെ പിന്തുടരണം. ദൈവവചന പ്രഘോഷണത്തിൽ അവർ ഏർപ്പെടുമ്പോൾ അത് കൂടുതൽ ഫലവത്തായി തീരുമെന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷ വൽക്കരണം കൂടുതൽ ഫലപ്രദമാകുവാനായിട്ടുള്ള ആവശ്യമായ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഞാൻ വീണ്ടും പറയട്ടെ, മിഷൻ ഫയറി ശുശ്രൂഷയിലൂടെ ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാൻ, മിഷൻ പ്രവർത്തനങ്ങളിൽ അഭിഷേകത്തിന്റെ പുതിയ മുഖം വെളിപ്പെടുത്തുവാൻ, ആയിരങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ സുവിശേഷത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയുമോ? ഈ ചോദ്യം ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് സുവിശേഷത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ്. എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, എൻ്റെ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവർത്തികളിലൂടെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ ഞാൻ പങ്കാളികളാകും എന്ന് തീരുമാനമുള്ള, ബോധ്യമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വരുന്ന അഡ്രസ്സിൽ നിങ്ങൾ കൃത്യതയോടുകൂടി എഴുതണം. നിങ്ങൾ അറിയിച്ച്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുവാനാണ്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവജനത്തിന്റെ, സഭയുടെ കഷ്ടത എന്താണെന്ന് പരിശുദ്ധാത്മ വ്യക്തമാക്കുകയായിരുന്നു. കർത്താവ് എന്ത് ഉദ്ദേശത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നുവോ, ആ ദൈവിക ഉദ്ദേശം നമ്മിലൂടെ സംഭവിക്കാത്തതാണ് നമ്മുടെ കഷ്ടത. സഭയുടെ കഷ്ടത അതാണ്. നെഹെമ്യ രണ്ടാമത് അറിഞ്ഞത് ദൈവത്തിന്റെ ജനം അപമാനത്തിലാണ്. സഭ ഇന്ന് അപമാനത്തിലാണ്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് സഭയുടെ അപമാനം എന്താണ്? ദൈവജനത്തിന്റെ അപമാനം എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നുവോ അത് ചെയ്യാത്തതാണ് ഇന്ന് സഭയുടെ, ദൈവജനത്തിന്റെ അപമാനം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ പഠിപ്പിക്കുന്നില്ല? മോഷ്ടിക്കരുതെന്ന് പഠിപ്പിക്കുന്ന നീ തന്നെ മോഷ്ടിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പ്രസംഗിക്കുന്ന നീ തന്നെ വ്യഭിചാരം ചെയ്യുന്നു. 24-ാം വചനത്തിൽ വചനം പറയുകയാ, അങ്ങനെ വിജാതിയുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം നിങ്ങൾ മൂലം ദുഷിക്കപ്പെടുന്നു. ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി നമ്മൾ ആയിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനം നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത അവന്റെ ജനം ഇന്ന് റിയൽ ആകുന്നില്ല. അനേകര് കപടതയില മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് ശക്തമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ജനം കപടതയുള്ളവരാകരുത്. കപടതയിലൂടെ അധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇന്ന് വല്ലാത്തൊരു പ്രശ്നമാണ് കപടത. നമുക്ക് റിയൽ ആകാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നതൊന്ന്, ചെയ്യുന്നത്
വേറെയൊന്ന്. ഇതാണ് നമ്മുടെ അപമാനം. ഇന്ന് അനേകര് സഭയെ ദുഷിക്കുക, കർത്താവിന്റെ നാമത്തെ പരസ്യമായി കളിയാക്കുക, ദൈവനിഷേധത്തിലും ദൈവദൂഷണത്തിലും ഇന്ന് അനേകരെ കടന്നു പോകുന്നതിന്റെ കാരണം ദൈവത്തിന് ജനമായ നമ്മൾ വേണ്ട വിധം സാക്ഷ്യം നൽകാത്തതാണ്. റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്നവരാണ് ഇന്ന് സഭാ മക്കളിൽ അധികം പേരും. ഇതാണ് പ്രിയപ്പെട്ടവരെ സഭയുടെ അപമാനം, ദൈവജനത്തിന്റെ അപമാനം. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കർത്താവിന്റെ സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും കൂട്ടായ്മകളിലെല്ലാം കത്തിപ്പടരണം. സുവിശേഷത്തിന് മാത്രമേ ഈ അവസ്ഥയ്ക്ക് യഥാർത്ഥ മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം ആഗോള സഭയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം റിസൾട്ടുകളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് വിശ്വാസ വർഷത്തോട് അനുബന്ധിച്ച് പുറപ്പെടുവിച്ച മനോഹരമായ അപ്പോസ്തലിക ലേഖനമാണ് മലയാളത്തിൽ വിശ്വാസത്തിന്റെ വാതിൽ. ഈ അപ്പോസ്തലിക ലേഖനത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സഭയുടെ അപമാനം, എന്താണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മാർപ്പാപ്പ പറയുന്നത് സഭാമക്കളിലുള്ള വിശ്വാസ രാഹിത്യമാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. വിശ്വാസികളിലുള്ള വിശ്വാസ രാഹിത്യം. പേര് വിശ്വാസി, ഇല്ലാത്തതോ വിശ്വാസം മാത്രം. ഇതാണ് സഭയുടെ അപമാനം. റോങ് ഐഡന്റിറ്റി, റോങ് ഐഡന്റിറ്റി. നമ്മൾ റിയൽ ആകണം, നമ്മൾ ജെനുവിൻ ആകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവകരുണയുടെ അപ്പോസ്തല എന്ന് സഭ വിശേഷിപ്പിക്കുന്ന ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനം വളരെ വേദനാജനകമാണ്. കർത്താവിനെ കെട്ടിയിട്ട് അനേകർ കർത്താവിനെ ശക്തമായി അടിക്കുകയാണ്, പ്രഹരിക്കുകയാണ്. കർത്താവ് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഫൗസ്റ്റീന നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അടിക്കുന്നവരുടെ കൂട്ടത്തിൽ പല ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, കുറെ അഗ്മായരുണ്ട്. ഇവർ കൂട്ടമായി ചേർന്ന് കർത്താവിനെ പ്രഹരിക്കുകയാണ്. ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു, മകളെ, ഇതാണ് എൻ്റെ വേദന, ഇതാണ് എൻ്റെ വേദന. ഇന്ന് കർത്താവ് കരയുന്നത്, ഇന്ന് കർത്താവ് വേദനിക്കുന്നത് ലോകത്തെ നോക്കിക്കൊണ്ടല്ല, അവൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത അവന്റെ ജനമായ അവന്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മെ നോക്കിക്കൊണ്ട കർത്താവ് കരയുന്നത്. മൂന്നാമത് നെഹെമിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി, ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുകയാണ്. ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുകയാണ്. നമുക്കറിയാം, മതിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ, ഒരു വേർപാടിനെയാണ് കാണിക്കുന്നത്. സഭയെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രം ഉത്തമഗീത പുസ്തകത്തിൽ ദൈവാത്മാവ് കൃത്യം കാണിച്ചു തരുന്നുണ്ട്. 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ അവിടെ വചനം പറയുകയാണ്, എൻ്റെ മണവാട്ടി അടച്ചു പൂട്ടിയ ഉദ്യാനമാണ്, മുദ്ര വെച്ച നീരുറവ. സഭയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കി തരികയാണ്. എൻ്റെ മണവാട്ടി അടച്ചു പൂട്ടിയ ഉദ്യാനമാണ്. ആർക്കും തോന്നിയതുപോലെ കയറി ഇറങ്ങിപ്പോകാവുന്ന ഒരു ഉദ്യാനമല്ല കർത്താവിന്റെ സഭ. അത് അടച്ചു പൂട്ടിയതാണ്, അതിനൊരു വേർപാടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാം വചനത്തിൽ ഇത് കുറേയും കൂടി കർത്താവ് വ്യക്തമാക്കുകയാ. നിങ്ങൾ എൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുവിൻ, കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നിങ്ങൾ എൻ്റെ സ്വന്തമാകേണ്ടതിനെ മറ്റ് ജനതകളിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനം വിശുദ്ധിയുടെ ജനമാണ്. ദൈവത്തിന്റെ ജനം
വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്, സമൂഹമാണ്. അതാണ് സഭ. ഇന്ന് ഈ മതിലുകൾ തകർന്നു കിടക്കുക. വിശുദ്ധിയുടെ മതില് തകർന്നു പോയിരിക്കുന്നു. വിശ്വാസത്തിന്റെ മതിലുകൾ ഇന്ന് തകർന്നു പോയിരിക്കുന്നു. സ്നേഹത്തിന്റെ മതിലുകൾ, പരസ്പരം പങ്കുവെക്കലിന്റെ മതിലുകൾ ഇന്ന് തകർന്നു കിടക്കുക. ഇത് വല്ലാതെ നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷവത്കരണത്തിന്റെ അർജൻസി നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ യുവജനങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ മിതത്വം വിശുദ്ധി നഷ്ടപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മലിനപ്പെടുമ്പോൾ, അനേകം കുടുംബങ്ങൾ ഡൈവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ, അനേകം സമർപ്പിതരിൽ സമർപ്പണം നഷ്ടപ്പെടുമ്പോൾ, സഭയെ മറ്റുള്ളവർ ദുഷിക്കുമ്പോൾ, കർത്താവിന്റെ ജനമെന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിൽ വേദനയുണ്ടോ, പെയിൻ ഉണ്ടോ? ഈ ഒരു പെയിൻ നമുക്ക് ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനുള്ളവരല്ല. നിത്യതയിൽ നമ്മെ നോക്കി കർത്താവ് പറയും, ഞാൻ നിങ്ങൾ അറിയില്ല, ഞാൻ നിങ്ങൾ അറിയില്ല. വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ തകർന്നു കിടക്കുന്ന വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ ഈ മതിലുകൾ പുനരുദ്ധരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും. 2013 വേൾഡ് മിഷൻ സൺഡേയിൽ ആഗോള സഭയോട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു: കർത്താവ് നമ്മുടെ ഇടയിൽ വന്നത് രക്ഷയുടെ മാർഗം കാണിച്ചു തരുവാനാണ്. ഈ മാർഗം ഭൂമിയുടെ അതിർത്തികൾ വരെ അറിയിക്കുക എന്നത് ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പരിശുദ്ധ പിതാവിന്റെ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് രക്ഷയുടെ മാർഗം നമുക്ക് കാണിച്ചു തരാനാ, നമുക്ക് സൗജന്യമായി നൽകാനാ. ഈ രക്ഷ ലോക ജനതയോട് വിളംബരം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ദൗത്യം നമുക്കായി ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, തകർന്നു കിടക്കുന്ന മതിലുകളെ നോക്കി വേദനിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനെ റിസ്റ്റോർ ചെയ്യാൻ, പണിതുയർത്താൻ 10,000 മുന്നോട്ട് വരണം. ആ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഇത്തരത്തിലുള്ള നെഹേമിയാമാരെയാണ്. തകർന്നു കിടക്കുന്ന മതില് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, യുവജനങ്ങളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നശിക്കുന്ന ആത്മാക്കളുടെ യഥാർത്ഥ അവസ്ഥ കണ്ട് വേദനിക്കുന്ന, കരയുന്ന, അതിനുവേണ്ടി ആത്മനൊമ്പരത്തോടെ പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള എത്ര പേര് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? കർത്താവിന് ഇതാണ് അറിയേണ്ടത്. ഇതാ കർത്താവിന് അറിയേണ്ടത്. നമ്മൾ ഒരു യഥാർത്ഥ സമർപ്പണത്തിലോട്ട് വരണം. ഫെയ്ത്ത് ബിൽഡേഴ്സായി നമ്മൾ മാറണം. സഭയ്ക്ക് ഇനി ആവശ്യമായിരിക്കുന്ന ശുശ്രൂഷ ഒരു പുനഃസ്ഥാപനത്തിന്റെ ശുശ്രൂഷ, ഒരു റിസ്റ്റോറേഷൻ മിനിസ്ട്രി. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലെല്ലാം അഭിഷേകത്തിന്റെ പുതിയ മാനങ്ങൾ തുറക്കപ്പെടേണ്ട സമയമായി. നെഹേമിയായിലൂടെ ഈ ഒരു കോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. 4-മതായി നെഹേമിയ അറിഞ്ഞു, ജെറുസലേമിന്റെ മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. കവാടം അഗ്നിക്കിരയായി. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ കവാടം പിശാചിന്റെ കയ്യിലാണ്. കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ട കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേലകൾ ചെയ്യേണ്ട അനേകം കുടുംബങ്ങൾ പിശാചിനെ തട്ടിക്കളിക്കാനുള്ള കളിപ്പന്തുകളായി മാറിക്കൊണ്ടിരിക്കുക. എന്തുമാത്രം കുടുംബങ്ങൾ ഇന്ന് തകരുന്നത്. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളാണ് സുപ്രീം കോർട്ട് വരെ പോകുന്നത്. തമാശ പറയുന്നതല്ല, ഉള്ള കാര്യം പറയാം. 4 കാര്യങ്ങൾ നെഹേമിയ അറിയുകയാണ്. ദൈവജനം കഷ്ടതയിലാണ്, ദൈവജനം അപമാനത്തിലാണ്, ദൈവജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുക, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ദൈവജനത്തിന്റെ കവാടം അഗ്നിക്കിരയായി, അത് ശത്രുവിന്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവർ, ഇതല്ലേ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ? ഇന്ന് സഭയുടെ അവസ്ഥ ഇതല്ലേ?
നമ്മുടെ സമൂഹങ്ങളുടെയും കൂട്ടായ്മകളുടെ അവസ്ഥ ഇതല്ലേ? ഈ കാലഘട്ടത്തിൽ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവരാജ്യത്തിൻ്റെ നെഹേമിയായി നമുക്ക് മാറാൻ പറ്റുമോ? ഒരു റിസ്റ്റോറേഷൻ നമ്മിലൂടെ സംഭവിക്കാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ എങ്ങനെയാണ് നെഹേമിയ ഇതിനോട് പ്രതികരിച്ചത്? നമ്മളത് പഠിക്കും. നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നെഹേമിയയുടെ ഹൃദയത്തിലുണ്ടായ ആത്മഭാരം കർത്താവേ എനിക്കും നൽകണമേ. ദൈവജനത്തിന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞ് സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരുവാൻ, മിഷൻ പ്രവർത്തനങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാൻ കുടുംബമായി കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. എത്ര പേര് ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട്? അവർ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയല്ല, സ്വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കേ. ഈശോയെ, ഒരു പുതിയ അഭിഷേകം നൽകണമേ. മിഷണറിമാരിൽ, മിഷൻ പ്രവർത്തനങ്ങളിൽ അഭിഷേകത്തിന് പുതിയ തലങ്ങളെ തുറക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം യേശു നാമം വിളിച്ചു പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ പ്രവർത്തിക്കണമേ. കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അവന്റെ ജനത്തിന്റെ നന്മയ്ക്കുമായി പതിനായിരങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ സജ്ജമാക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. കരമടിച്ച് അല്പം നിറവിൽ നമ്മൾ സന്തോഷത്തോടെ ഒരു നിമിഷം പാടി ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അനേകരെ ശക്തിപ്പെടുത്തണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ചേർന്ന് പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരുമിച്ച് പാടുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി കരങ്ങൾ എന്നിൽ ഉയർത്തി നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. എല്ലാവരും തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ ഒരു സമർപ്പണമുള്ള എല്ലാ മക്കളും മുട്ടുകുത്തു കണ്ണീരോടെ ഹൃദയം നിറങ്ങി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആയിരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം. വരിക വരിക പരിശുദ്ധാത്മാവേ, അനേകം ആയിരങ്ങളെ കർത്താവിന്റെ വിഷയത്തിന് വേണ്ടി ഒരുക്കണമേ, സജ്ജമാക്കണമേ. ദൈവജനത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മിഷനെ സപ്പോർട്ട് ചെയ്യുവാൻ പതിനായിരങ്ങളെ ഈ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവെ സജ്ജമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. അനേകം കുടുംബങ്ങളിൽ ശക്തിയോടെ പരിവർത്തിക്കുക പരിശുദ്ധാത്മാവേ. പാപബന്ധനത്തിന് അടിമത്തങ്ങളിൽ നിന്ന്, എല്ലാ നെഗറ്റീവായ ചിന്താഗതികളിൽ നിന്ന്, കർത്താവിന്റെ മിഷനോടുള്ള നിസ്സംഗതയിൽ നിന്ന് അനേകം കുടുംബങ്ങളെ പരിശുദ്ധാത്മാവേ വിമോചിപ്പിക്കണമേ. സ്വർഗീയ അഭിഷേകത്താൽ, സ്വർഗീയ ജ്ഞാനത്താൽ, കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ അനേകം കുടുംബങ്ങളെ, ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന സാത്താന്റെ എല്ലാ ശ്രമങ്ങളും, ചതികളും, കെണികളും, വഞ്ചനകളും, വശീകരണ സ്വാധീനങ്ങളും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, ദമ്പതികൾ, ബഹുമാനപ്പെട്ട സമർപ്പിതർ, വൈദികർ ആത്മാവിൽ ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവജനത്തിന് യഥാർത്ഥ അവസ്ഥ കണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ കൃപയോട് സഹകരിക്കുവാൻ 10,000-ങ്ങളെ സജ്ജമാക്കണമേ, സജ്ജമാക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ തുറക്കണമേ, കുടുംബങ്ങൾ ഒരുക്കണമേ. മിഷനായി, മിഷനായി അനേകം അനേകം ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ്, 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 അനോയിന്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരം നൽകി 10,000-ങ്ങളെ ശക്തിപ്പെടുത്തണമേ. വാഴ്ത്തപ്പെട്ട ജോൺ പുരണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മിഷണറിമാർക്ക് കൂട്ടാകണം. നമ്മുടെ പ്രാർത്ഥന മിഷണറിമാരെ പിന്തുടരണം. അതിനോട് യെസ് പറയാൻ ആഗ്രഹമുള്ള സകലരും വരുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതണം. കൃത്യതയോടുകൂടി എഴുതുക. അഡ്രസ്സിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അതിനോട് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന നെറ്റ്വർക്ക് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് രൂപപ്പെടുത്തണം. നിങ്ങളുടെ വിലയേറിയ തീരുമാനങ്ങളെയും വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പ്രൊഡ്യൂസർ മിഷൻ ഫയർ, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. ഫോൺ 0496264688. അവൻ സത്യ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. ശക്തി, ദൈവശക്തി, പരിശുദ്ധാത്മശക്തി. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇന്ന് രാത്രി 10 മണിക്ക്.